കേരളത്തിലെ ആരോഗ്യവകുപ്പ്, ഞാൻ ആദ്യം പറഞ്ഞത് ആരോഗ്യവകുപ്പ് വന്ന അനാരോഗ്യ വകുപ്പായിട്ട് മാറി. വീണ ജോർജ് എന്നാണോ കാലെടുത്ത് കുത്തിയത് അതോടെ ആരോഗ്യ വകുപ്പ് അനാരോഗ്യ വകുപ്പായി. പിന്നെ ഒരു സംശയമുള്ള വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയം മാത്രമേ. മിക്കവാറും ഒരു 8 മാസം കൂടെ ഈ മന്ത്രിയായി ഇരുന്നാൽ അത് മോർച്ചറിയിലാവും. അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് രാജിവെച്ചുകൊണ്ടത്. പിന്നെ മന്ത്രിയുടെ ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചില ആളുകളുണ്ട് തൊട്ടതൊക്കെ കുളമാക്കും. നമ്മൾ കേട്ടിട്ടുള്ള ചെറിയ തൊട്ടതൊക്കെ പൊന്നാക്കുമെങ്കിൽ ഇത് തൊട്ടതൊക്കെ കുളമാക്കും. ഇവര് വാർത്ത വായിച്ച ചാനലിന്റെ ഡെഡ് ബോഡി പോലും ഇന്ന് കേരളത്തിലില്ല. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേർന്നപ്പോഴേക്ക് ആ പാർട്ടിയുടെ കണ്ടക ശരി തുടങ്ങി. ആരോഗ്യ വകുപ്പിനെ അനാരോഗ്യ വകുപ്പ്. ഇനി 8 മാസം കൂടി ഒരു സ്ഥാനത്ത് ഇരുന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്ര ആളുകൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് മാത്രം നോക്കിയാൽ മതി. സർക്കാർ ആശുപത്രിയിൽ 2 കാലിൽ നടന്നു പോയാൽ മൂക്കിൽ പഞ്ഞി വെച്ച് വരേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ. നമുക്കറിയാം, ഇന്ന് ആശുപത്രിയിൽ ചെല്ലുമ്പോ പല ആശുപത്രികൾക്കും നല്ല കെട്ടിടങ്ങളില്ല. കെട്ടിടങ്ങളുള്ള സ്ഥലത്ത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല. കാരണം തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഡോക്ടർമാർ വേണം, സ്റ്റാഫ് വേണം, മരുന്ന് വേണം. ഇത് 3 നിലവിലില്ല. മാത്രമല്ല, ഈ കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ ഏതാണ്ട് 1.5 ലക്ഷം കേരളത്തിലെ ജനങ്ങളെയാണ് പേപ്പട്ടി കടിച്ചത്. ആ പേപ്പട്ടി കടിച്ച് അതിന് പ്രതിരോധ കുത്തിവയ്പ് നടത്തിയ ആളുകളാണ് മരണപ്പെട്ടത്. അത് കാര്യം മനസ്സിലാക്കേണ്ടത്, പേപ്പട്ടി കടിച്ചു മരിക്കുന്നതല്ല, പേപ്പട്ടി കടിച്ചതിനുള്ള ഇഞ്ചക്ഷൻ എടുത്ത കുട്ടികൾ ഉൾപ്പെടെ മരണപ്പെടുന്നു. കാരണം ഈ മരുന്ന് സൂക്ഷിക്കാനുള്ള സംവിധാനം സർക്കാർ ആശുപത്രികളിലില്ല. ഞാൻ ചോദിക്കട്ടെ, അതിന് പ്രതിപക്ഷമാണ് ഉത്തരവാദി. ഞാൻ ഇന്നലെ ചില CPM MLA പറയുന്നത് കേട്ടു, പ്രതിപക്ഷം സർക്കാർ ആശുപത്രികളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക, സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാൻ ആ MLA ചോദിക്കട്ടെ, അമേരിക്കയിലെ മയോ ക്ലിനിക്ക് കേരള ഗവൺമെന്റിലാണ്. മുഖ്യമന്ത്രി പോയിട്ട് അമേരിക്കയിലല്ലേ? ആ ക്ലിനിക്ക് സംസ്ഥാന സർക്കാരിന്റെയാണ്. ഈ മുഖ്യമന്ത്രിയല്ലേ കുറെ നാൾ മുമ്പ് പറഞ്ഞത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ മുമ്പിൽ ബെൻസ് കാർ വന്നിട്ട് മികച്ച ചികിത്സയാണ്. ഞാൻ ചോദിക്കുന്നത്, തിരുവനന്തപുരത്ത് ഈ മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ടാണ് UDF സർക്കാർ അന്ന് 2ാമത്തെ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് ഞാൻ MLA ഇരിക്കുമ്പോഴാണ് പറഞ്ഞത്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിച്ച് 100 സീറ്റുകൾ അവര് സാങ്ഷനാക്കി. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ സീറ്റ് സാങ്ഷൻ ആക്കണമെങ്കിൽ അതിന് തക്കവണ്ണ സംവിധാനം ഉണ്ടാവണം, ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാവണം, പഠിക്കാനുള്ള ക്ലാസ് മുറികൾ ഉണ്ടാവണം. അല്ലാതെ വെറുതെ ബോർഡ് മാറ്റി വെച്ചാൽ മെഡിക്കൽ കോളേജ് ആവില്ല. ആ മെഡിക്കൽ കോളേജ് അനാവശ്യമായി കൂപ്പിച്ചവരാണ്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഫോട്ടോ കണ്ടില്ല, ആ മെഡിക്കൽ കോളേജിൽ ഇന്നത്തെ അവസ്ഥ പൊടി പിടിച്ച് കിടക്കുക. അപ്പൊ ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ച മെഡിക്കൽ കോളേജ് പോലും ഇല്ലാതാക്കിയ സർക്കാരാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗിയുള്ള സംസ്ഥാനം കേരളം. ശരാശരി ഒരു ദിവസം മരിക്കുന്ന കോവിഡ് രോഗികളുടെ, ഇന്ത്യയിൽ മൊത്തം മരിക്കുന്ന കോവിഡ് രോഗികളുടെ 1/3 ഇന്ന് കേരളത്തിൽ. കോവിഡിന്റെ പേരിൽ അരിയാച്ചിലൊന്നും സർക്കാരില്ലേ? അങ്ങനെയല്ലേ ഇവിടെ മരണ തുടർച്ചയുണ്ടായി. ആ സംസ്ഥാനം കോവിഡ് വന്ന രോഗികൾ മരിക്കുന്നു. ഇപ്പൊ ഇന്നത്തെ വാർത്ത നിപ. എത്ര കാലം ഈ രോഗം വന്ന് പിണറായി വന്നു തുടങ്ങിയതാ. ഇപ്പോഴും രോഗം നിന്നിട്ടില്ല. വവ്വാലുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. മുൻ സർക്കാരുകളുടെ കാലത്തൊക്കെ വവ്വാലുണ്ടായിരുന്നു. പക്ഷേ ഈ ചോര കുടിക്കുന്ന വവ്വാലുകൾ പിണറായി വന്നപ്പോഴാണ്. കാരണം ഭരിക്കുന്നവരെ ജനങ്ങളുടെ ചോര കുടിക്കുകയാണ്. അപ്പൊ ഞാൻ വവ്വാല് വിചാരിച്ച് ഞാനായിട്ട് കുറയ്ക്കുന്നത്. ഈ രോഗം വ്യാപിക്കുകയാണ്. മാത്രമല്ല, ഇത് സ്ഥിരീകരിക്കുന്ന രോഗികൾ മരിക്കുന്നു. ഇപ്പോ മരണം വർദ്ധിക്കുന്നു, മരണസംഖ്യ വർദ്ധിക്കുന്നു. മന്ത്രിയാണെങ്കിൽ ഞാൻ ഇന്നലെയും കഴിഞ്ഞ ഒരു സംഭവം പറയാൻ ശ്രദ്ധിച്ചു. ഞാൻ വിചാരിച്ചത് ഇവര് വാർത്ത വായിക്കാൻ മിടിക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അത് ഞാൻ അംഗീകരിച്ചു പോയി. പക്ഷെ അഭിനയിക്കാനും മിടിക്കുകയാണെന്ന് പ്രാവശ്യം. ഞാൻ ആദ്യമായിട്ട് നേരിൽ കണ്ടാണ് നവീൻ ബാബു മരിച്ചപ്പോ.
അദ്ദേഹത്തിന്റെ 2 പെൺമക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്ന രൂപം ഞാൻ ഇപ്പോഴും പറഞ്ഞു. അവസാനം നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുത്തവരെ സഹായിച്ച മന്ത്രിയാണ് ഈ വീണ ജോർജ്. സ്വന്തം ജില്ലക്കാരനായ നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുത്തതിൽ ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം കൊലപാതകം നടത്തിയത് രക്ഷിച്ചു. കൊലക്കുറ്റം ചെയ്ത പോലെ തന്നെ തെറ്റാണ് ഈ കൊല ചെയ്തവരെ സംരക്ഷിച്ചു. ആ കൊല ചെയ്തവരെ സംരക്ഷിച്ചു. ഇന്നലെ നേരത്തെ അധ്യക്ഷ പറഞ്ഞ പോലെ മന്ത്രിക്ക് എസ്കോട്ടും പൈലറ്റും സംവിധാനവും എല്ലാം ഉണ്ടായിട്ട് പോലും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു സ്വകാര്യ കാറിൽ പോലീസിന് വിശ്വാസമില്ലാതെ ഗുണ്ടകളെ ചുറ്റുവിരുത്തി മരണവീട്ടിൽ പോകേണ്ടി വന്നു. എന്തുകൊണ്ടാ? പകല് പോകാൻ ധൈര്യമില്ല. സൂര്യൻ ഉദിച്ചു എന്നാൽ പുറത്തിറങ്ങാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ പോലീസുകാർ പറഞ്ഞു ഇവിടെ ആകെ ഒരു ജീപ്പേ ഉള്ളൂ, അത് കള്ളനെ പിടിക്കാൻ പോയിരിക്കും. ഏത് കളനെ പോലീസ് പിടിക്കുന്ന പറഞ്ഞോളൂ. കാരണം ഒരുമാതിരി കള്ളന്മാരുടെ പോലീസ് പിടിക്കുന്നു. അങ്ങനെ ചെന്നിട്ട് വല്ലതും കൊടുത്തോ? വാസകരായി 50,000 രൂപ കൊടുത്തു. ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് 50,000 രൂപ. ഇതിന് പറയാണ് അടുത്ത ക്യാബിനറ്റിൽ പരിഹാരം ഉണ്ടാകും. എന്നാ ക്യാബിനറ്റ് കൂടുക? ക്യാബിനറ്റ് കൂടണമെങ്കിൽ മുഖ്യമന്ത്രി തിരിച്ചു വരണ്ടേ? മുഖ്യമന്ത്രി സ്ഥലത്തിൽ അമേരിക്കയില്ല, ചികിത്സ കഴിഞ്ഞ് വരണ്ടേ? 10 ദിവസം ലീവെടുക്കും. അത് കഴിഞ്ഞ് വന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് തീരുമാനമെടുക്കാൻ പോകുന്നത്. എന്ത് കൊടുക്കുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൂടെ? സത്യത്തിൽ ആ മന്ത്രി അന്ന് അവിടെ ഇല്ലായിരുന്നെങ്കിൽ അന്ന് കോട്ടയത്ത് ആ മരിച്ചുപോയ ബിന്ദുവിന്റെ കഷ്ടകാലത്തിലാണ് അന്ന് ഈ മന്ത്രി അവിടെ ഉണ്ടാക്കി. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ആ മണ്ണിന്റെ അടിയിലും പരിശോധന അത് ചിലപ്പോ രക്ഷപ്പെടുത്താൻ കഴിയും. ഇതെല്ലാം കഴിഞ്ഞ് ഈ മന്ത്രിയാണ് പറഞ്ഞത് പരിശോധന വേണ്ട, എല്ലാരും കേട്ടല്ലേ? അതിന്റെ അടിയിൽ പൂട്ടിയിട്ട കെട്ടിടം, ഞാൻ ചോദിക്കട്ടെ, പൂട്ടിയിട്ട കെട്ടിടത്തിന്റെ ബാത്റൂം ഉപയോഗിക്കുന്നു എന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു. ചോരപ്പാടുകൾ കണ്ടപ്പോ ആരെങ്കിലും മുറുക്കി തുത്തിയായിരിക്കുന്നോ? എന്നിട്ട് അവസാനം നോക്കിയപ്പോഴാണ് വളരെ വൈകിട്ടാണ് ഈ മൃതശരീരം പുറത്തെടുത്തത്. ആ കൊലപാതകത്തിന്റെ ഉത്തരവാദി മന്ത്രിയല്ലേ? എന്നിട്ട് ഒരു നാണവും കൂടാതെ ആരോഗ്യവകുപ്പിൽ ചെലവഴിച്ച കാശിന്റെ കണക്ക് വരെ ആ കാശൊക്കെ അവിടെ പോയി. സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. സിസ്റ്റത്തിന് കുഴപ്പമുണ്ടെങ്കിൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തവർക്കായിട്ട് ഉത്തരവാദിത്വം. അല്ലാണ്ട് 15 വർഷം മുമ്പ് 20 വർഷം മുമ്പ് മന്ത്രിമാരായിരുന്നവർക്കല്ല. അപ്പൊ കഴിഞ്ഞ ഈ വീണ ജോർജ് വന്നതിന് ശേഷം ആരോഗ്യവകുപ്പിന്റെ കണ്ടകശനി ആരംഭിച്ചു. അന്ന് ആരംഭിച്ച പണ്ടൊരു ചൊല്ലുണ്ട്, കണ്ടകശനി കൊണ്ടേ പോകും. പക്ഷെ അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറ്. അതുകൊണ്ട് തൽക്കാലം വീണ ജോർജ് പോയാൽ ഈ കണ്ടകശനിയുടെ ഇമ്പാക്ട് കുറഞ്ഞു. കണ്ടകശനി മന്ത്രിയെ കൊണ്ടുപോയിക്കോ. അതായത് രോഗികളെ മന്ത്രിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് എന്ത് സർക്കസ് കളിക്കും, എന്തൊക്കെ വീരവാദം മുടക്കുക, ചുറ്റും എത്ര പോലീസുകാരെ നിർത്തിയാൽ വീണ ജോർജിനോട് പറയാനുള്ളത് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പൊ തന്നെ കേരളത്തിലുണ്ട്. ഇനി അത് കുറെ കൂടെ വഷളാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് രാജിവെച്ച് വാർത്ത വായിക്കാൻ പോവുക, അല്ലെങ്കിൽ ഇപ്പൊ സീരിയലിലൊക്കെ ധാരാളം ചാൻസ് ഉണ്ട്. കാരണം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. 2 തവണ കണ്ടു, ഇന്നലെയും കണ്ടു, നവീൻ ബാബു മരിച്ചപ്പോഴും കണ്ടു. അതുപോലുള്ള അഭിനയത്തിന് അതും ഒരു കഴിവ് വേണം. അത് രണ്ടിനും കഴിവിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ കഴിവ് നമുക്കായിരിക്കും. പക്ഷെ നമുക്കൊക്കെ അത്യാവശ്യം പൊതുരംഗത്തൊക്കെ കുറച്ച് കഴിവ്. എന്റെ അത്ഭുതം നമ്മുടെ വാസവനുണ്ട്. അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ പാതയിലൂടെ കടന്നു വന്ന ആളല്ലേ, പാരമ്പര്യമുള്ള ആളാണ്. ലോക്കൽ സെക്രട്ടറി മുതല് ജില്ലാ സെക്രട്ടറി വരെ ആയ ആളാണ്. ഇപ്പൊ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം എന്തിനാണ് ഈ വീണ വീട്ടുന്നതിന്റെ കൂടെ ആടോ നിൽക്കുന്നത്? എനിക്ക് അതാണ് അത്ഭുതം. അദ്ദേഹത്തിനെയും കാര്യത്തിന് ഗൗരവം. അദ്ദേഹം കൂട്ടുമതിയാണ്. കാരണം മന്ത്രി, പക്ഷെ മന്ത്രി ഇങ്ങനെ പറയുമ്പോ അത് ഉടനെ സ്പോട്ടിലേക്ക് നിശ്ചയിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു വരില്ല. അതുകൊണ്ടാണ് ഈ രാജിയിൽ നിന്ന് വാസവനെ നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നത്. പക്ഷെ രാജിയിൽ നിന്ന് ഒരു കാരണവശാലും വീണ ജോർജിനെ ഒഴിവാക്കാൻ നിവർത്തിയില്ല. ഏതായാലും പിണറായി വിജയനെ ഇപ്പൊ വീണാന്ന് കേട്ടാൽ ചോദിക്കുക. ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെയുണ്ട്, ഒരാൾ സ്വന്തം മന്ത്രിസഭയിലുണ്ട്. ഇത് രണ്ടും പിണറായി വിജയനെയും കൊണ്ടേ പോകും. പിന്നെ ഇലക്ഷൻ നമുക്കറിയാം, 8 മാസം കഴിഞ്ഞാൽ ഇവിടെ മാറ്റം ഉണ്ടാവുന്നുള്ളത് ഏതൊരാൾക്കും അറിയാം. ഞാൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഗവൺമെന്റ് ഡ്യൂട്ടി ചെയ്യണം, അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ
വല്ലാതെ അങ്ങ് ആത്മാർത്ഥത കാണിച്ചാൽ പിന്നെ മിക്കവാറും പെൻഷൻ വാങ്ങേണ്ടി വരില്ല. കാരണം 8 മാസം കഴിഞ്ഞാൽ ഇവിടെ മരണമാറ്റും. അതുപോലെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന വിഭാഗക്കാരോട് പറയും, അങ്ങനെ ചില ജീവനക്കാരുണ്ട്, അങ്ങനെ മന്ത്രിയെ തടയാൻ വരുന്നവരെയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. കൈകാര്യം ചെയ്താൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ചുണയുള്ളവർ ഈ കൂട്ടത്തിൽ തന്നെയാണ്. മറ്റു പുരുഷന്മാരുടെ വാർത്തയ്ക്ക് കൊണ്ട് കഴിയില്ല. ഇവിടെ തന്നെയുണ്ട് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ വെടിക്കെട്ടുകാരെ ഉടുക്ക് കൂട്ടി പഠിപ്പിക്കും. അതേ ഞാൻ ഡിവൈഎഫ്ഐക്കാരോടും എസ്എഫ്ഐക്കാരോടൊക്കെ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇനി താമസിയാതെ ദയവായി വീണ ജോർജ് രാജിവെച്ച് ആരോഗ്യ വകുപ്പിനെ ഈ മോർച്ചറിയിൽ നിന്ന് കരകയറ്റണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഷോർട്ട് നോട്ടീസിൽ നല്ലൊരു മാർച്ച് സംഘടിപ്പിച്ച മഹിളാ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇതാണ് പഞ്ചഗവ്യ വിളക്ക്. പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക്. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം. ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചഗവ്യ ധൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം വാഗമൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.